അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിൽ നമ്മുടെ ഓരോ നന്മകളും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്ത് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ പറഞ്ഞ് പഠിച്ച് അതനുസരിച്ച് മുന്നേറാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും വെറുപ്പില്ലാത്ത നല്ലൊരു ജീവിതം അല്ലാഹു തആല കാഴ്ചവെക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാൻ അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഭൗതികമായ ലോകം, ഈ ലോകം നാളത്തേക്കുള്ള, അതായത് വരാനിരിക്കുന്ന ആഖിറത്തിലേക്കുള്ള ഒരു സമ്പാദ്യം നേടാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്, ഒരു ഇടമാണ് ഭൗതികം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യം ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഭൗതികപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ സമയങ്ങളും നമ്മുടെ കാലങ്ങളും നേരങ്ങളും മാറ്റിവെക്കുന്ന നമ്മൾ, അതിലല്ല നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും കണ്ടെത്തേണ്ടത്, നമ്മൾ ധൃതി കാണിക്കേണ്ടത്. ആഖിറത്തിലേക്ക് എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. സത്യത്തിൽ നമ്മൾ എന്താണോ വിതച്ചത്, ആ വിതച്ചത് മാത്രമാണ് നമുക്ക് കൊയ്തെടുക്കാൻ കഴിയുന്നത്. നമ്മളൊന്നും വേണ്ട, ദുനിയാവ് അങ്ങനെ തന്നെയാണ്. നമ്മളൊരു നെല്ല്, ഒരു ഗോതമ്പ്, ഒരു ധാന്യം നമ്മൾ വിതച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഫലപുഷ്ടിയുള്ളതാണോ, അല്ലെങ്കിൽ അതിനെത്രത്തോളം നമ്മൾ സംരക്ഷിക്കുന്നുണ്ടോ, അത് മാത്രം, ആ രൂപത്തിൽ മാത്രമേ നമുക്കതിനെ തിരിച്ചെടുക്കാൻ കഴിയൂ എന്ന് നമുക്കറിയാവുന്നതാണ്. എന്ന പോലെ തന്നെയാണ് നമ്മൾ എത്രത്തോളം നന്മകൾ ചെയ്യുന്നുണ്ടോ ആ നന്മക്കനുസരിച്ച് ആഖിറത്തിൽ നിന്ന് അതിനനുസരിച്ചുള്ള നന്മയാർന്ന പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ. അത് വലിയ ശ്രമത്തോട് കൂടിയിട്ടുള്ള, വലിയൊരു പരിശ്രമത്തോടു കൂടി മാത്രമാണ് നമ്മളെ കൊണ്ടത് നേടാൻ കഴിയുന്നത് എന്ന് നമ്മളൊന്ന് സ്വയം മനസ്സിലാക്കണം. ആത്മാർത്ഥമായിട്ട് നല്ല ത്യാഗം ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ വലിയ ഇബാദത്തുകൾ ചെയ്ത ഒരു മനുഷ്യന്, റബ്ബിനെ അറിഞ്ഞുകൊണ്ട് ജീവിച്ച മനുഷ്യന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഫലഹും അജ്റുൻ കരീം ഫബശ്ശിറുഹു ബി അജ്റിൻ കരീം. മാന്യമായിട്ടുള്ള ഉന്നതമായ രീതിയിലുള്ള പ്രതിഫലം അവർക്കുണ്ട് എന്ന് നിങ്ങൾക്ക് അവർക്ക് അറിയിച്ചു കൊടുക്കൂ, സന്തോഷ വാർത്ത അറിയിക്കൂ എന്നൊക്കെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, കമാ തദീനു തുദാനു. നീ എന്താണോ ചെയ്തിട്ടുള്ളത്, നീ എങ്ങനെയാണോ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്, നീ എങ്ങനെയാണോ നിൻ്റെ സംസാരങ്ങളും നിൻ്റെ രീതികളും കൊണ്ട് നടക്കുന്നത്, അതിനനുസരിച്ച് മാത്രമേ നിനക്ക് കിട്ടൂ എന്ന് നീ ഒന്ന് മനസ്സിലാക്കണം എന്നെൻ്റെ പ്രിയമുള്ളവരെ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രീതികൾ നമ്മൾ മനസ്സിലാക്കുന്നവരാണ്, അതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്കിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, രണ്ട് കാര്യങ്ങളുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യൻ ജീവിതത്തിൽ അതെങ്ങാനും വന്നു കഴിഞ്ഞാൽ അവൻ ദുനിയാവിൽ വെച്ച് തന്നെ അതിൻ്റെ തിക്തമായ അതിൻ്റെ ഫലം അനുഭവിക്കാതെ ഇവിടെ നിന്ന് പിരിയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. ബാബാനി മുഅജ്ജലാനി ഉഖൂബത്തിഹിമാ ഫിദ്ദുനിയ. ഒരു മനുഷ്യൻ ചെയ്തതിൻ്റെ പ്രതിഫലം ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തിക്തഫലം ഇവിടെ വെച്ച് തന്നെ അനുഭവിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. എന്നിട്ട് പറഞ്ഞു, ഒന്ന് അൽ ബഗിയു, അക്രമം കാണിക്കലാണ്. രണ്ടാമത്തേത് അൽ ഉഖൂഖു, മാതാപിതാക്കളെ വേദനിപ്പിക്കലാണെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. അക്രമം അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമുക്കറിയാം കൊലപാതകങ്ങൾ അധികരിക്കുകയാണ്. ഉമ്മാനി വാപ്പാനി വേണ്ട രൂപത്തിൽ പരിചരിക്കാത്ത സാഹചര്യങ്ങൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കൊലപാതകങ്ങൾ, തൻ്റെ ഉമ്മയാണ്ട് അറുക്കുക, അങ്ങ് തച്ച് കൊല്ല, എന്നിട്ട് പറയാണ് എൻ്റെ ഉമ്മയെ ഞാൻ കൊന്നത് എന്നെ പ്രസവിച്ചതിൻ്റെ ശിക്ഷയായിട്ടാണ്, എന്നെ ഇങ്ങനെ കേടെടുത്തിയത് ഉമ്മയാണ്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് പറയുന്ന പ്രതികളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് നിയമത്തെ പേടിയില്ല.
ഇന്ന് നമുക്ക് നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കളെ പേടിയില്ല, അധ്യാപകരെ പേടിയില്ല. ഒരു ക്ലാസ് ടീച്ചർക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ ആ ക്ലാസ് ടീച്ചർക്ക് ഇന്ന് പ്രിൻസിപ്പളെ പേടിയാണ്, പ്രിൻസിപ്പൾക്ക് പി ടി എക്കാരെ പേടിയാണ്, പി ടി എക്കാർക്ക് രക്ഷിതാക്കളെ പേടിയാണ്, രക്ഷിതാക്കൾക്ക് കുട്ടികളെ പേടിയാണ്, കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ആരെയും പേടിയില്ല. ഇതാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് അതിൽ നിന്ന് ഒരുപാട് മാറി ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നും ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ കോളേജ് തലങ്ങളിലും സ്കൂൾ തലങ്ങളിലുമായിട്ട് ലഹരിപരമായിട്ടും അക്രമപരമായിട്ടുമൊക്കെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലതും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല ആളുകളും ചിന്തിക്കുകയാണ്, പഴയ രൂപത്തിലേക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു പോകുകയാണ്. അത് തന്നെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, നമ്മുടെ മക്കൾ വഴിപിഴക്കില്ലായിരുന്നു, അക്രമത്തിലേക്ക് കടന്നു പോകില്ലായിരുന്നു എന്ന് പല ആളുകളും ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എൻ്റെ പ്രിയമുള്ളവരെ കടന്നു പോകുന്നത്. പല ആളുകളും വേണ്ട എന്ന് പറഞ്ഞവർ തന്നെ, വടിയെടുക്കണ്ട എന്ന് പറഞ്ഞവർ, ശകാരിക്കണ്ട എന്ന് പറഞ്ഞവർ, അതിലൊന്നും കാര്യമില്ല, അതല്ല കുട്ടികൾക്ക് വേണ്ടത്, കുട്ടികളെ മെൻ്റലി തകർന്നു പോകുമെന്നൊക്കെ പറഞ്ഞ് പല രൂപങ്ങളിലായിട്ട് അച്ചടിച്ച് വിട്ടിരുന്നവർ, എഴുതിയവർ, പറഞ്ഞവർ, അവരെല്ലാവരും ഇന്ന് മാറ്റി പറയാനും എഴുതാനും ചിന്തിക്കാനും തുടങ്ങിയ ഒരു സമയത്താണ് നമ്മളുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അക്രമം നിങ്ങൾ ദുനിയാവിൽ കാണിച്ചാൽ വാപ്പയോടാകാം, ഉമ്മയോടാകാം, കൂടെ പിറപ്പിനോടാകാം, സഹോദരനോടാകാം, നമ്മൾ അക്രമം കാണിച്ചു കഴിഞ്ഞാൽ ആ അക്രമം ദുനിയാവിൽ വെച്ച് തന്നെ അതിനുള്ള തിക്തമായ ഫലം നീ അനുഭവിക്കും. മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ ഇന്ന് പല ഉമ്മമാരും വാപ്പന്മാരും വൃദ്ധസദനത്തിൻ്റെ ഉള്ളറയിലാണ്. മക്കൾ വേണ്ടതുപോലെ പരിചരിക്കുന്നില്ല. അവർ വാതിലിലും ജനലിലും കാത്തുകൊണ്ടിരിക്കുന്ന, തൻ്റെ മക്കൾ തന്നെ ഒന്ന് തേടി വരുമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ പല വൃദ്ധസദനത്തിൻ്റെ ജനാലകളിലും വാതിലുകളും അള്ളിപ്പിടിച്ചു നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, കണ്ണീരോടുകൂടെ ഞാൻ എൻ്റെ മകനെ എത്ര നോക്കി, എൻ്റെ മകളെ എത്ര നോക്കി, എന്നിട്ടെല്ലാം ഇതാണല്ലോ എനിക്ക് വന്നത്, എനിക്ക് കിട്ടിയത് എന്ന് സങ്കടത്തോടു കൂടെ പറയുന്ന എൻ്റെ പ്രിയമുള്ളവരെ എത്രയോ വാപ്പമാരെ, ഉമ്മമാരെ നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊലപാതകം നടത്തിയ ഷഹബാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, പൊന്നുമോനെ അവിടുന്ന് കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ കണ്ടു. നിയമത്തെ ഇന്ന് നമ്മുടെ മക്കൾക്ക് പേടിയില്ലല്ലോ. എന്താ കൊന്നാലെന്താ, കേസാവൂലടാ, നമ്മൾക്ക് ചെറിയ മക്കളല്ലേ, ചെറിയവരല്ലേ, പ്രായം തികയാത്തവരല്ലേ, ഇന്നുള്ള ചിന്തകളിലേക്ക് എൻ്റെ പ്രിയമുള്ളവരെ എത്തിപ്പെട്ടു. ഞാനൊന്ന് ചോദിക്കട്ടെ, പ്രായം തികയാത്ത മക്കൾക്കും സത്യം പറഞ്ഞാൽ ഇതെവിടുന്ന് വന്നു ചിന്ത? ഞങ്ങൾക്ക് എന്തും ചെയ്യാം, ഞങ്ങൾക്ക് എന്ത് ചെയ്താലും പ്രശ്നമില്ല, ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുകളുണ്ട് എന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു ചിന്ത എവിടെ നിന്ന് വന്നു? ഇതൊരു ക്രിമിനൽ മൈൻഡിലേക്ക് പ്രായം കൂടുന്തോറും അവരെ എത്തിക്കുമെന്ന് 100% ഉറപ്പല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പല ആളുകളും പറയാൻ, പല ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമ്മൾ ചർച്ച നടത്തുമ്പോൾ, സംസാരിക്കുമ്പോൾ, എന്തെങ്കിലും ഒരു കേസിൽ ഒരു പ്രതിയെ പിടിക്കപ്പെട്ടാൽ ആ കേസിൽ ആ പ്രതിയെ ഒന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പിന്നാലെ തന്നെ രാഷ്ട്രീയക്കാർ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ കടന്നു വരുന്ന സാഹചര്യമാണ്. എന്നിട്ട് ഞങ്ങളാണ് പ്രതികളായി മാറുന്നത്, കുറ്റക്കാരായി മാറുന്നത്. ആ പ്രതികൾ നിസ്സാരമായി പോലീസ് സ്റ്റേഷൻ്റെ വളപ്പിൽ നിന്ന്, കോടതി വളപ്പിൽ നിന്ന് കൊണ്ടുപോകാൻ പിടിക്കപ്പെട്ട ഞങ്ങളും ഇതിന് വേണ്ടി ഓടി നടന്ന ഉദ്യോഗസ്ഥരെല്ലാവരും ഇന്ന് നോക്കുകുത്തികളായി നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് കാണപ്പെടുന്നത് എന്ന് അനുഭവിക്കുന്ന പല ആളുകളും ഉദ്യോഗസ്ഥർ പറയുന്ന സാഹചര്യങ്ങളാണുള്ളത്. ഇതെല്ലാം തെറ്റുകളെ, തിന്മകളെ അധികരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് സ്വയം നമ്മളൊന്ന് മനസ്സിലാക്കണം. സമൂഹത്തിൻ്റെ മുമ്പിൽ എത്രയോ വാപ്പമാരാണ് ഇതിൻ്റെ പേരിൽ കരയുന്നത്, എത്ര ഉമ്മമാരാണ് ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത്, എത്ര സഹോദരിമാരുടെയാണ് മാനം നഷ്ടപ്പെട്ടുകൊണ്ട് സമൂഹത്തിലൂടെ നടക്കുന്നത് എന്ന് സ്വയം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ട് നേട്ടം എന്ത്? നമ്മൾ ഈ അക്രമികൾക്ക് നമ്മൾ കൂട്ടുനിന്നതുകൊണ്ട്, അക്രമത്തിന് ഒത്താശ നിന്നതുകൊണ്ട് എന്താണ് രാഷ്ട്രീയക്കാർക്കും മുതലാളിമാർക്കുമൊക്കെ എന്ത് നേട്ടമുണ്ട് എന്ന് സ്വയം നമ്മളൊന്ന് ചിന്തിക്കണം. 4 വോട്ട് കിട്ടുമെങ്കിലും സമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വളർത്തിയെടുക്കുന്നത് വലിയ ക്രിമിനലുകളെയാണ് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ നല്ലൊരു വീട്ടുകാരനാകണം, നാട്ടുകാർക്കിടയിൽ നല്ലൊരു നാട്ടുകാരനാകണം, കൂട്ടുകാർക്കിടയിൽ നല്ലൊരു കൂട്ടുകാരനാകണം. ഇതാകണം നമ്മുടെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നല്ലത് പറയാനും, നല്ലത് ചിന്തിക്കാനും, നല്ലത് പ്രവർത്തിക്കാനും, നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കാനും
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എല്ലാവിധ ഷർറുകളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന്, മോശത്തരങ്ങളിൽ നിന്ന് അള്ളാഹു തആല നമ്മെ, നമ്മുടെ മക്കളെ, ബന്ധപ്പെട്ടവരെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.